നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ ആരംഭിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. പശ്ചിമേഷ്യയിൽ ആശ്വാസം ഇപ്പോഴും അകലെയാണ്. കാരണം വെടിനിർത്തൽ കരാറൊക്കെ കാറ്റിൽ പറക്കുകയാണ്. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതോടെ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാനും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഹോർമൂസിൽ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇറാൻ പകരം വീട്ടാൻ ഒരുങ്ങുമ്പോൾ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഊർജ്ജ പ്രതിസന്ധിയിലാക്കുമെന്ന ഉറപ്പ്. ആഗോള വിപണി പോലും കൂപ്പുകുത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും ഇതിനിടെ ചർച്ചയ്ക്ക് വഴി തെളിയുമോ? ഉറ്റുനോക്കുകയാണ് ലോകം. പെട്ടെന്ന് സമാധാനം പുലരട്ടെ എന്ന് ആശംസിക്കുകയാണ്, അതിനുവേണ്ടി പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വാർത്തകൾ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഭീതി. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത അമേരിക്ക. വെടിനിർത്തൽ ധാരണയുടെ ലംഘനമെന്നും പ്രതികരിക്കുമെന്നും ഇറാൻ. ഹോർമൂസിൽ കപ്പലുകൾ തടയാൻ നിയമനിർമ്മാണത്തിന് ഇറാൻ. അമേരിക്കയിലെ ലൂയിസിയാനയിൽ വെടിവയ്പ്. 8 കുട്ടികളടക്കം 10 പേർ കൊല്ലപ്പെട്ടു. മരിച്ചത് 1 വയസ്സിനും 14 ഇടയിലുള്ള കുട്ടികൾ. അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ CPM BJP സംഘർഷം. നടുറോഡിൽ ഏറ്റുമുട്ടി. കല്ലേറിൽ 1 പോലീസുകാരന് പരിക്കേറ്റു. ലാത്തിചാർജിൽ 4 BJP പ്രവർത്തകർക്ക് പരിക്ക്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച്. സംസ്ഥാനത്ത് ചൂടിന് ആശ്വാസമായി പലയിടത്തും വേനൽ മഴ. ഇന്നും മഴയ്ക്ക് സാധ്യത. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കവുമായി KSEB. വേനൽ കടുത്തതോടെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധി. തമിഴ്നാട് വിരുദുനഗർ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ മരണം 24ആയി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. 20 പേരെ തിരിച്ചറിഞ്ഞു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. IPL ലക്നൌവിനെതിരെ പഞ്ചാബിന് 54 റൺസിന്റെ വിജയം. ഇന്ന് മുംബൈ ഗുജറാത്ത് പോരാട്ടം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാണ്. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തിരിക്കുകയാണ് അമേരിക്ക. വെടിനിർത്തൽ ധാരണയുടെ ലംഘനമെന്നും US നടപടിയിൽ പ്രതികരിക്കുമെന്നും ഇറാൻ പ്രതികരിച്ചിരിക്കുകയാണ്. അതേസമയം ഹോർമൂസിൽ ശത്രുക്കളെ തടയാൻ നിയമനിർമ്മാണത്തിനായി ബിൽ തയ്യാറാക്കുകയാണ് ഇറാൻ. ഇന്ന് 2ാം ഘട്ട സമാധാന ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് അമേരിക്കയുടെ പ്രകോപനം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐശ്വര്യ RS ചേരുകയാണ്. ഐശ്വര്യയെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ സമാധാന ചർച്ച നടക്കാനിരിക്കുമ്പോഴാണ് വീണ്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത്. അതിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുന്നു. അങ്ങനെ വീണ്ടും ഒരു യുദ്ധ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ അത് ലോകത്തെ ഒന്നടങ്കം ആശങ്കയിലാക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഊർജ്ജ പ്രതിസന്ധി ഇപ്പോൾ തന്നെ നേരിടുന്നുണ്ട്. അത് വല്ലാതെ നമ്മളെ വീണ്ടും ആശങ്കയിലാക്കുന്നുണ്ട്. ആഗോള വിപണി അടക്കം ഇടിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ സാമ്പത്തിക വിദഗ്ധർ നൽകുമ്പോൾ ഒരു ആശങ്കയുടെ അന്തരീക്ഷം ഇപ്പോൾ നിൽക്കുന്നു, അല്ലേ? അതെ, ശ്രീജ സൂചിപ്പിച്ചതുപോലെ ആശങ്കാജനകമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമാധാന ചർച്ചകൾ നടക്കാനിരിക്കുക, 2ാം ഘട്ട സമാധാന ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. കൂടാതെ വെടിനിർത്തൽ കരാർ അവസാനിക്കാനായി ഇനി ആ ഒരു മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസിൽ വെച്ച് ഇറാനിയൻ കപ്പലായ ടൗസ്കയാണ് അമേരിക്ക പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു വാർത്ത ആദ്യം സ്ഥിരീകരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയായ ദ ട്രൂത്തിലൂടെയാണ് പറയുകയുണ്ടായത്. ഈ ടൗസ്കയുടെ എൻജിൻ റൂം തകർക്കുകയും കൂടാതെ ഈ കപ്പലിൽ എന്താണ് എന്നുള്ള പരിശോധനകൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അതേസമയം മണിക്കൂറുകൾക്ക് ശേഷം ഈ വാർത്ത ഇറാൻ സ്ഥിരീകരിക്കുകയും ഉണ്ടായി. ഹോർമുസിൽ വെച്ച് തൻ്റെ കപ്പൽ പിടിച്ചെടുത്തത് ക്രൂരമായ പ്രവൃത്തിയാണെന്നും ഇതിന് തക്കതായ മറുപടി ഇറാൻ നൽകുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയുണ്ടായി. അമേരിക്കയുടെ ഈ ഒരു നാവിക ഉപരോധം മാറ്റാതെ ഒരു ചർച്ചകളിലേക്കും ഞങ്ങളില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതായത് 2ാം ഘട്ട സമാധാന ചർച്ചകൾ ഇന്നാണ് ശ്രീജ സൂചിപ്പിച്ചതുപോലെ നടക്കുന്നത്. കൂടാതെ അതിനായി JD വാൻസ് പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇനി ഈ ചർച്ചകൾക്ക് എന്ത് പ്രസക്തി എന്ന ചോദ്യമാണ് ലോകം ചോദിക്കുന്നത്. കാരണം ഇത്തരം ഒരു നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ഇനിയൊരു സംസാരത്തിനും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ മറുഭാഗത്ത്
വീണ്ടും യുദ്ധത്തിനുള്ള ഒരു കോപ്പ് കൂട്ടുകയാണ് ഇരു രാജ്യങ്ങളും എന്ന് പറയേണ്ടി വരും. അതിനായി തന്നെ ഈ ഹോർമൂസ് സംബന്ധിച്ച ഒരു ചർച്ചകളാണ്, അല്ലെങ്കിൽ ഹോർമൂസ് ആണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് ഇറാൻ. അതായത് ഈ ഹോർമൂസിൽ തന്റെ ശത്രു രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കടക്കണമെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് ആക്രമിച്ച ഈ ശത്രു രാജ്യങ്ങൾ അതിനുള്ള നഷ്ടപരിഹാരം തന്നതിന് ശേഷം മാത്രമേ ഇനി ഹോർമൂസ് കടക്കാൻ പറ്റുകയുള്ളൂ എന്ന തരത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്കാണ് ഇറാൻ കടക്കുന്നത്. കൂടാതെ ഇസ്രായേലിലെ ഒരു കപ്പലുകൾക്കും ഇനി ഈ ഒരു ഹോർമൂസ് കടക്കാൻ അനുവദിക്കില്ല എന്നും ഇറാൻ പറയുന്നു. അത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് ലോകരാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള സംശയമില്ല. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഊർജ്ജ പ്രതിസന്ധിയും കൂടാതെ ഈ എണ്ണ വിലയും ഒക്കെ വലിയ രീതിയിൽ കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർമൂസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്ക് ഇറാൻ കടക്കുമ്പോൾ അത് ലോകരാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും. ഇത് അമേരിക്കയും വലിയ രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്. കൂടാതെ ഈ തങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ, അതും ഈ രേഖാമൂലമുള്ള അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ, തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അനുസരിച്ചാൽ മാത്രമേ ഹോർമൂസ് കടക്കാനാകൂ എന്നുള്ള നിയമനിർമ്മാണം നടക്കുമ്പോൾ അത് വലിയ രീതിയിലായിരിക്കും ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും ട്രംപിന്റെ നീക്കം എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഈ ഹോർമൂസിൽ ടൗസ്ക എന്ന കപ്പൽ പിടിച്ചെടുത്തപ്പോൾ അതിൽ ഇറാൻ എത്തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കി. കാരണം ഇന്നാണ് രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ നടക്കാനിരിക്കുന്നത്. കാരണം ഈ ആദ്യം ഉണ്ടായ വെടിനിർത്തൽ ആ ഒരു കരാറിലേക്ക് എത്തിയത് തന്നെ നമുക്കറിയാം വലിയ രീതിയിലുള്ള ചർച്ചകളും, കൂടാതെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഒരു മധ്യസ്ഥ ചർച്ചകളൊക്കെ വഹിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ട്രംപും കൂടാതെ ഇറാനും ഒക്കെയും ഈ ഒരു ചർച്ചകളിലേക്ക് കടന്നതും തൽക്കാലം സമാധാനത്തിലേക്ക് കടക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ചർച്ചകൾ നടക്കുമ്പോൾ, കൂടാതെ ട്രംപ് തന്നെ പറയുകയുണ്ടായി സമാധാന ചർച്ചകൾ ഫലം കാണും, തൻ്റെ ആഗ്രഹം എന്താണോ അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായത്. പക്ഷേ എന്നിട്ടും വീണ്ടും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയൊരു പ്രകോപനം ഉണ്ടാകുമ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾ ഇനി യുദ്ധത്തിന് തയ്യാറാണ്, ചർച്ചകൾക്ക് ഇനി ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല, ഇനി ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, യുദ്ധം നേരിടാൻ അമേരിക്ക തയ്യാറായിക്കൊള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. അതേസമയം മറുഭാഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, ഏത് വിധേനയും ഇറാനെ തകർക്കുക, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ഭാവിക്ക് നല്ലത് ഇറാനെ തകർക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ ഭാഗത്ത് നിന്നും അത്രയേറെ പ്രകോപനമാണ്, ഈ ലോകത്തെ നശീകരിക്കാനുള്ള ഒരു ശക്തി അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ കീഴടക്കുക, ഇറാന് മേൽ സമ്പൂർണ്ണ അധികാരം സ്ഥാപിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇറാനെ നശിപ്പിക്കാനായി ഏത് രീതിയിലും ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയുണ്ടായത്. അതായത് അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് യുദ്ധം അവസാനിക്കുന്നില്ല, വീണ്ടും പശ്ചിമേഷ്യ അശാന്തമായി കൊണ്ടിരിക്കുകയാണ്, ഒരു യുദ്ധസമാന സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ശ്രീജ. തീർച്ചയായും ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ എന്തായാലും ലോകത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാണ്. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിരിക്കുന്നു. അതോടുകൂടി തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാനും അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐശ്വര്യ RS. അമേരിക്കയിലെ ലൂയിസിയാനയിൽ വെടിവെപ്പ് 8 കുട്ടികളടക്കം 10 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 1 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ലൂയിസിയാനയിലെ ട്രെവേപോർട്ടിലാണ് സംഭവം. അടുത്തടുത്തുള്ള 3 വീടുകളിലാണ് അക്രമി വെടിവെച്ചത്. അക്രമിക്ക് കുട്ടികളിൽ ചിലരുമായി ബന്ധമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ആക്രമണത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യം സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം നെട്ടയത്ത് മലമുകളിൽ CPM BJP സംഘർഷം. രാത്രിയിൽ ഇരുവിഭാഗവും റോഡിൽ ഏറ്റുമുട്ടി. പരസ്പരം കല്ലേറ് നടത്തിയതിനെ തുടർന്ന് പോലീസുകാരന് പരിക്കേറ്റു. തുടർന്ന് പോലീസ് നടത്തിയ ലാത്തിചാർജിൽ 4 BJP പ്രവർത്തകർക്കും പരിക്കേറ്റു. നഗ്നതാ പ്രദർശനം നടത്തിയെന്നാരോപിച്ച് BJP പ്രവർത്തകന്റെ ഭാര്യ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ പേരിൽ BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ തടഞ്ഞു വെച്ചതായാണ് BJPയുടെ ആരോപണം. 2 വിഭാഗം പ്രവർത്തകരും ചേരി തിരിഞ്ഞതോടെ സംഘർഷമാവുകയായിരുന്നു. പിന്നാലെ നെട്ടയം DYFI മേഖലാ ട്രഷററുടെ വീടിന് നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണ ശ്രമം നടന്നു. BJP കൗൺസിലർ ഗിരികുമാറിന്റെ പ്രതികരണത്തിലേക്ക്. പ്രവർത്തകൻ നമ്മുടെ ഒരു വനിതാ പ്രവർത്തകയുടെ വീടിനടുത്ത് താമസിക്കുന്ന വനിതാ പ്രവർത്തകയോട് വളരെ അപമര്യാദയായി പെരുമാറുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേഷനിൽ, ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ആ പ്രവർത്തകർ ഒരു പരാതി കൊടുത്തിരുന്നു. പക്ഷേ ആ പരാതിയിൽ ഉടനടി ആക്ഷൻ എടുക്കാതെ പോലീസ് വളരെ പരമാവധി അത് വലിച്ചു നീട്ടുകയും ആ CPM പ്രവർത്തകനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, ആ വനിതാ പ്രവർത്തകയുടെ ഭർത്താവിനെ ആ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് CPMൻ്റെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം തീരുമാനം എടുത്ത് അവിടെ സംഘടിക്കുകയുണ്ടായി. അത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തകരും ആ പ്രവർത്തകനുമായി അവിടെ എത്തിയ സമയത്ത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഒരു തീരുമാനമെടുത്ത് പോലീസ് ആവശ്യപ്പെട്ടു ആ പ്രവർത്തകൻ വീട്ടിൽ പോയാൽ മതി, അവർ വേണ്ട സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ബിനു എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകൻ വാഹനത്തിൽ കയറി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും തടഞ്ഞ് അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചു.
ഇത് കണ്ട് നമ്മുടെ പ്രവർത്തകർ ഓടിപ്പോയി അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ CPM പോലീസിനും BJP പ്രവർത്തകർക്കെതിരെ കല്ലേറുകൾ ഉണ്ടാക്കി. ആ കല്ലേറിൽ പോലീസിനും BJP പ്രവർത്തകർക്കുമൊക്കെ പരിക്കേൽക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ പോലീസ് ചെയ്തത് ഈ കല്ലെറിഞ്ഞ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം തൊട്ടടുത്ത് നിന്ന BJP പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ കൂടുതൽ വിവരങ്ങൾ നൽകാൻ രജിത് കുമാർ ചേരും. രജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ വലിയൊരു സംഘർഷാവസ്ഥയായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായത്. അത് ഇപ്പോൾ ആ സംഘർഷാവസ്ഥ അവസാനിച്ചു എന്ന് നമുക്ക് പറയാറായിട്ടുണ്ടോ? പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ തുടരുകയല്ലേ? ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഇപ്പോഴും രൂക്ഷമല്ലേ? ഇന്നലെ വൈകിട്ട് 6 മണി 6:30യോട് കൂടിയാണ് മലമുകളിൽ ഇത്ര ഒരു പ്രശ്നമുണ്ടാകുന്നത്. രണ്ട് വിഭാഗങ്ങൾ, അത് പ്രാദേശികമായ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് സ്വകാര്യ വ്യക്തികളുടെ വീടുമായി അല്ലെങ്കിൽ അവരുടെ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും നിലവിൽ ഇപ്പോൾ BJP CPM സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടു നിൽക്കുന്നു എന്നതാണ്. ഇവിടെ ഇന്നലെ വൈകിട്ട് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്കാണ് കാര്യങ്ങൾ പോയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP പ്രവർത്തകരുടെ ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പോലീസ് നടപടി സ്വീകരിക്കാൻ വൈകി എന്നാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ആ BJP പ്രവർത്തകനെ തൻ്റെ വീട്ടിലേക്ക് കയറ്റുകയില്ല എന്ന് CPMന്റെ പ്രാദേശിക നേതൃത്വം ഒരു തീരുമാനമെടുക്കുകയും അവർ സംഘടിക്കുകയുമായിരുന്നു. അതേ സമയത്ത് തന്നെ BJP പ്രവർത്തകരും സംഘടിച്ചുകൊണ്ട് ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. ഈ ഏറ്റുമുട്ടലിലാണ് കല്ലേറിൽ കലാശിച്ചത്. ഈ കല്ലേർ തടയുന്നതിനായി എത്തിയ പോലീസ് ഉൾപ്പെടെയുള്ള ഇവരെ തടസ്സപ്പെടുത്തുന്നതിനായി എത്തിയ പോലീസ് ഉൾപ്പെടെയുള്ളവർക്ക് കല്ലേറിൽ പരിക്കേറ്റു. ഒരു പോലീസുകാരന് കല്ലേറിൽ തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ലാത്തിച്ചാർജ് നടത്തിയത്. ലാത്തിച്ചാർജ് നടത്തിയപ്പോൾ ക്രൂരമായ ലാത്തിച്ചാർജാണ് നടത്തിയത്. BJP പ്രവർത്തകരെ 4 പേർക്ക് പരിക്കേറ്റു എന്നാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. അവർ ആശുപത്രിയിൽ പേരൂർക്കട ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്നും BJP പ്രവർത്തകർ വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് പേരൂർക്കട വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രവർത്തകരുടെ പ്രകടനം രാത്രിയിൽ നടക്കുകയും ചെയ്തു. സിയും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു പോലീസുകാരനും കൃത്യമായി CPMന് അനുകൂലമായ നടപടി എടുക്കുന്നു എന്നാണ് BJPയുടെ ആരോപണം. അതേസമയത്ത് തന്നെ CPMന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ഇതുവരെയും എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തുതന്നെയായാലും ഇന്നലെ രാത്രിയിൽ ഏറെ നേരം നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിലാണ് പോലീസ് ലാത്തിച്ചാർജ് നടത്തി ഇരു വിഭാഗം ആളുകളെയും മാറ്റിയത്. തുടർന്നാണ് BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി തന്നെ മാർച്ച് നടത്തുകയും ചെയ്തത്. തങ്ങൾക്ക് നേരെ ക്രൂരമായ മർദ്ദനമാണ് പോലീസ് നടത്തിയത് എന്നാരോപിച്ചുകൊണ്ടായിരുന്നു BJP പ്രവർത്തകരുടെ മാർച്ച് നടന്നതും. എന്ന് തന്നെയായാലും പ്രദേശത്തൊരു സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ ഭാഗമായി തന്നെ DYFIയുടെ മേഖലാ സെക്രട്ടറിയുടെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ തന്നെ അവിടെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ടാണ് അവർ അതിന് ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടായി എന്നും അജ്ഞാത സംഘത്തിൻ്റെ ശ്രമം ഉണ്ടായി എന്നും അവർ ആരോപിക്കുന്നത്. എന്തുതന്നെയായാലും മേഖലയിലൊരു സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ പറയാം. ഒരു പ്രാദേശിക വിഷയത്തിൽ പ്രാദേശികരായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം പിന്നീട് രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയും രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് പോവുകയുമാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും ഇരുവിഭാഗവും പരാതിയുമായി രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പോലീസ് എന്ന് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. CAയും അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും CPMന് അനുകൂലമായ നടപടി സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. ശരി രജിത്ത്, എന്തായാലും തിരുവനന്തപുരം നെട്ടയത്ത് മലമുകളിൽ CPM BJP സംഘർഷം രാത്രിയിലാണ് ഇരുവിഭാഗവും റോഡിൽ ഏറ്റുമുട്ടിയത്. തമിഴ്നാട്ടിൽ വിരുദുനഗറിൽ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 24 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മരിച്ച 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിരുദുനഗറിനടുത്തുള്ള കട്ടനാർപട്ടിയിലെ വനജ ഫയർ വർക്ക്സ് എന്ന സ്ഥാപനത്തിലാണ് നടുക്കിയ ദുരന്തമുണ്ടായത്. രണ്ടാമതുണ്ടായ സ്ഫോടനത്തിൽ പോലീസുകാർ ഉൾപ്പെടെ 15 പേർക്ക് പരിക്കേറ്റിരുന്നു. കത്തിക്കാളുന്ന കൊടും ചൂടിന് ആശ്വാസമായി ഇന്നലെ പലയിടത്തും വേനൽ മഴ പെയ്തിറങ്ങി. ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. അശ്വതി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ മഴ കിട്ടിയൊരു സന്തോഷത്തിലായിരിക്കും അശ്വതിയും. കാരണം നല്ല ചൂടാണ്, പുറത്തിറങ്ങാൻ വയ്യ, രാത്രി കിടന്നുറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഒരു ചൂട് ഒരാശ്വാസമായി എത്തിയിരിക്കുന്നു അല്ലേ?
ശ്രീജ, തീർച്ചയായും ഭയങ്കര ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. വലിയൊരു ചൂട് കൊച്ചി നഗരത്തിൽ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ പോലും ഈ ചൂട് ബാധിച്ചു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഗ്രാമീണ മേഖലകളിൽ അടക്കം വലിയ ചൂടായിരുന്നു. അതിന് ആശ്വാസമായാണ് ഇന്നലെ രാത്രി മഴ പെയ്തത്. കൊച്ചി നഗരത്തിൽ നല്ല മഴ ലഭിച്ചു. ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിലേക്കും നേരിയ തോതിൽ മഴ ലഭിക്കുകയുണ്ടായി. എന്തായാലും ഈ ചൂടിന് ചെറിയ ആശ്വാസമുണ്ടായിരുന്നു. ഈ ആലുവ മേഖലയിലൊക്കെ ഈ മഴയ്ക്കൊപ്പം തന്നെ വലിയ കാറ്റുണ്ടായി. ഈ കാറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴുകി വീണതാണ് വലിയ ഒരു പ്രശ്നമുണ്ടായത്. അത് വലിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങളും ഒപ്പം തന്നെ ഈ വൈദ്യുതി വിച്ഛേദിക്കേണ്ട ഒരു പ്രശ്നങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അത് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് അത് പുനഃസ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഏലൂക്കര മസ്ജിദ് റോഡിൽ പോസ്റ്റ് ഒടിഞ്ഞു വീണു. അത് വൈദ്യുതി നിശ്ചലമാകുന്നതിന് കാരണമായിട്ടുണ്ട്. UC കോളേജ് കടുപ്പാടത്തെ വാഴകൃഷി മഴയിൽ നശിച്ചു. അങ്ങനെ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ആലുവ അതുപോലെ തന്നെ മൂവാറ്റുപുഴ മേഖലകളിലൊക്കെ ഇത്തരത്തിൽ കൃഷിക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്കമാലി, പെരുമ്പാവൂർ, കോതമംഗലം മുനിസിപ്പാലിറ്റികളിലും വലിയ രീതിയിലുള്ള കനത്ത മഴയും ഒപ്പം തന്നെ കാറ്റും. ഈ ആലുവ മേഖലയിലൊക്കെ ഇത്തരത്തിൽ കാറ്റാണ് വലിയ വില്ലനായിട്ട് ഇന്നലെ ഉണ്ടായത്. പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം കൊച്ചിയിൽ ഇറങ്ങേണ്ട ദുബായിൽ നിന്നുള്ള വിമാനം കോയമ്പത്തൂരിലേക്ക് തിരിച്ചുവിടുകയും ഈ മഴ മാറിയതിന് ശേഷം തിരികെ കൊച്ചിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ നാശനഷ്ടത്തിൻ്റെ കണക്കെടുപ്പുകൾ നടക്കുന്നതേ ഉള്ളൂ. പലർക്കും നഷ്ടപരിഹാരമൊക്കെ നൽകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ മഴ ഒരു ചൂടിന് ഒരു വലിയ ആശ്വാസമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ മഴ തുടരും എന്നാണ്, ഈ 5 ദിവസത്തേക്കെങ്കിലും മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി അശ്വതി, നാശനഷ്ടങ്ങൾ അങ്ങിങ്ങായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ കൊടും ചൂടത്ത് കിട്ടിയ വേനൽ മഴ വലിയൊരു ആശ്വാസമാവുകയാണ് ജനങ്ങൾക്ക്. എന്തായാലും സംസ്ഥാനത്ത് ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വൈദ്യുതി പ്രതിദിന ഉപയോഗം രേഖപ്പെടുത്തി. ഇതോടെ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു മാസത്തേക്ക് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷനോട് KSEB അനുമതി തേടിയിട്ടുണ്ട്. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ കമ്മീഷൻ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ ഇളവാണ് തേടിയിരിക്കുന്നത്. അനുമതി ലഭിച്ചാൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയും എന്നാണ് KSEBയുടെ വിലയിരുത്തൽ. 117.15 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ശനിയാഴ്ചയിലെ വൈദ്യുതി ഉപഭോഗം. ഈ വേനൽ കടുത്തതോടെ പലരും പ്രതിസന്ധിയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് കർഷകരാണ്. പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ കാർഷിക മേഖല അതുപോലെ പ്രതിസന്ധിയിലാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയ 100 കണക്കിന് കർഷകരാണ് നനയ്ക്കാൻ വെള്ളമില്ലാതെ വലയുന്നത്. കല്ലട ജലസേചന പദ്ധതിയിൽ നിന്നും കനാലിലൂടെ വെള്ളം എത്താത്തതാണ് കൃഷിനാശത്തിന് കാരണമാകുന്നത്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി എടുക്കുന്നില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. സമൃദ്ധമായ കൃഷിയിടങ്ങളാൽ ശ്രദ്ധേയമായ പന്തളം തെക്കേക്കര പഞ്ചായത്ത് ഇന്ന് വറുതിയുടെ പിടിയിലാണ്. കഠിനമായ ചൂടിനൊപ്പം ജലസ്രോതസ്സുകൾ കൂടി വറ്റിയതോടെ കർഷകർ വഴിമുട്ടി നിൽക്കുന്നു. കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ഭൂരിഭാഗം കൃഷിയും നടക്കുന്നത്. എന്നാൽ ഇത്തവണ KIP കനാലിലൂടെ വെള്ളം എത്താതായതോടെ കനാൽ പരിസരത്തെ കിണറുകളും തോടുകളും പൂർണ്ണമായും വറ്റി. ഇതോടെ നനയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് കരിഞ്ഞുണങ്ങുന്നത്. വേനൽക്കാലത്ത് എല്ലാ വർഷവും ഞാൻ കനാലുള്ള ഇവിടെ ലഭ്യമായിക്കൊണ്ടിരുന്നത്. 10-25 വർഷം കൊണ്ട് അതിനകത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ വർഷം കനാലുള്ള ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. ഇവിടെ കനാലിന് പറയത്തക്ക പണികളൊന്നും തന്നെ ഇല്ല. ഒരു ദിവസം ഒന്ന് വന്നു ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തി. ഞാൻ KIPയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ പല പ്രാവശ്യം വിളിച്ചു. കൃഷി ഓഫീസർ കറക്റ്റായിട്ട് 19 തീയതി കത്ത് കൊടുത്തതാണ്. പഞ്ചായത്ത് അധികാരികളെല്ലാം ഞങ്ങൾ ഇവിടെ 2-3 വർഷം കൊണ്ട് ഞങ്ങളെല്ലാം നേരിട്ട് പറഞ്ഞതാണ്. വെള്ളം കിട്ടുകയാണ് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷി ഉൾപ്പെടെ ഇപ്പം നടക്കേണ്ടതാണ്. മുൻകാലങ്ങളിൽ ഫെബ്രുവരി മാസം മുതൽ കനാലിലൂടെ വെള്ളം വിട്ടു തുടങ്ങിയിരുന്നു. എന്നാൽ ഇത്തവണ വേനൽ കടുത്തിട്ടും അധികൃതർ കനാൽ തുറക്കാൻ തയ്യാറായിട്ടില്ല. ഓണവിപണി മുന്നിൽ കണ്ട് വായ്പയെടുത്തും മറ്റും കൃഷിയിറക്കിയ സാധാരണക്കാരായ കർഷകരാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വളരെ വർഷക്കാലം ഗൾഫിൽ പോയി കിടന്ന് ജോലി ചെയ്ത് തിരിച്ചിവിടെ വന്ന് കൃഷി കാര്യങ്ങളുമായിട്ട് ജീവിക്കുക. ഇതിപ്പോൾ വന്നപ്പോൾ കഴിഞ്ഞ വർഷം വരെ കൃത്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ വരവും കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ കൃഷി കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ വർഷം വെള്ളത്തിൻ്റെ ഇടയ്ക്ക് തുറന്നു വിട്ടു. വെള്ളാംശം വന്നു കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പായി കഴിഞ്ഞ് കൃഷി ആകപ്പാടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. KIP അധികൃതർക്കും കൃഷി വകുപ്പിനും നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല എന്ന ആക്ഷേപമുണ്ട്. വേനൽക്കാലത്ത് വെള്ളം കിട്ടിയില്ല എങ്കിൽ കൃഷി കരിഞ്ഞുണങ്ങുന്നത് നോക്കി നിൽക്കാനേ കർഷകർക്കാകൂ. കാട്ടുപന്നി ശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ ലക്ഷങ്ങൾ മുടക്കി സോളാർ വേലി നിർമ്മിച്ച ശേഷമാണ് ഇപ്പോൾ കർഷകർക്ക് പുതിയൊരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. എത്രയും വേഗം കനാലിലൂടെ വെള്ളം തുറന്നുവിട്ട് കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം.
ക്യാമറമാൻ രതീഷ് മാടമ്പശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. കൊടും വേനലുണ്ടാക്കിയ മറ്റൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. വേനൽ കടുക്കുമ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ കാർഷിക കുടിവെള്ള സ്രോതസ്സായ പമ്പ ഇറിഗേഷൻ പ്രോജക്ട് പദ്ധതി പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകുന്നു. മണിയാർ ഡാമിന്റെ കാലപ്പഴക്കം ചെന്ന ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നതിനാലാണ് കനാലുകളിലൂടെയുള്ള ജലവിതരണം നിർത്തിവെച്ചിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ച കാലാവധി കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. മണിയാർ ഡാമിന്റെ 5 ഷട്ടറുകളും മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നത് മലയോര മേഖലയെയും ഇടനാടിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പണികൾ പൂർത്തിയാക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും കനാലിലൂടെ വെള്ളം തുറന്നുവിടണമെന്ന മന്ത്രിതല യോഗത്തിന്റെ നിർദ്ദേശപ്രകാരം മാർച്ച് 31 വരെ പ്രവർത്തികൾ നീട്ടിവെക്കുകയായിരുന്നു. കനാലുകളിൽ വെള്ളം നിലച്ചതോടെ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ കാർഷിക മേഖല പൂർണ്ണമായും പ്രതിസന്ധിയിലായി. കൃഷിയിടങ്ങളിലെ നനമുടങ്ങിയതിനു പുറമെ കനാലിലെ ഉറവ വഴി വെള്ളം ലഭിച്ചിരുന്ന കിണറുകളും വറ്റിവരണ്ടു. ഇതോടെ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. ഷട്ടർ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി വെള്ളം തുറന്നുവിടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഈ വർഷം എല്ലാ വർഷവും സാധാരണ നവംബർ മാസം മുതൽ ജൂൺ മാസം വരെ വെള്ളം തുറന്നുവിടുന്നൊരു കനാലാണ്. ഈ വർഷം മാർച്ച് 1-ാം തീയതിയോടുകൂടി കനാല് അടയ്ക്കുന്ന ഒരു സ്ഥിതി, 4-ാം തീയതിയോടുകൂടി അടയ്ക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വർഷം മഴ കുറവാണ്. വെള്ളത്തെ ആശ്രയിക്കുന്ന നമ്മുടെ മല്ലപ്പശ്ശേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കനാലിൽ നിന്ന് 3 സബ് കനാലുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ശകലം വെള്ളം പോലും എങ്ങുമില്ലാത്ത ഒരവസ്ഥയാണ് ഈ കനാലിൽ കൂടി ഇപ്പോൾ. അപ്പോൾ അതിനെ ആശ്രയിക്കുന്ന സബ് കനാല്, കിണറുകളിലെ വെള്ളമെല്ലാം പറ്റി. ഇനി നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഇപ്പം വെള്ളം അടിച്ചു കൊടുക്കണേ തന്നെ എങ്ങും വെള്ളം ശുദ്ധജലം ഇല്ലാത്തൊരവസ്ഥ വന്നു. കർഷകരെ സംബന്ധിച്ച് ഏതൊരു പ്രതിസന്ധിയാണ്. നേരിട്ട് കനാലിനെ ആശ്രയിക്കുന്നവരുണ്ട്. നമ്മുടെ കിണറുകളെല്ലാം പറ്റി. ജലജീവൻ പദ്ധതി നടപ്പാക്കിയപ്പോൾ അതിൻ്റെ പൈപ്പുകളെല്ലാം അന്ന് എല്ലാ വീടുകളിലും പൈപ്പുകൾ ഇട്ടെങ്കിൽ പോലും ഇപ്പോൾ വെള്ളം പകുതി വീടുകളിൽ പോലും വെള്ളം ചെല്ലാത്ത അവസ്ഥയാണ്. ആകെ ഒരു പ്രതിസന്ധിയാണ്. നിലവിൽ ഡാമിലെ ഷട്ടറുകളുടെ മാറ്റിസ്ഥാപിക്കലാണ് നടക്കുന്നത്. ഇതിനായി 60 ദിവസത്തെ സമയമാണ് ജില്ലാ കളക്ടർ അനുവദിച്ചിരിക്കുന്നത്. ഒരു ഷട്ടറിന്റെ പണി നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ PIP കനാലുകൾ വഴി വെള്ളം തുറന്നുവിടാൻ സാധിക്കൂ. അറ്റകുറ്റപ്പണികൾക്കായി മണിയാർ ബാരേജ് അടച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജനങ്ങൾ. കടുത്ത വേനലിൽ കുടിവെള്ളമില്ല. കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങുന്നു. മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ അറ്റകുറ്റപ്പണി ഇനി എന്ന് തീരുമെന്നറിയില്ല. ക്യാമറമാൻ രതീഷ് മാടമ്പശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. കാത്തിരിപ്പിനൊടുവിൽ തണ്ണീർമുക്കം ബണ്ട് ഇന്ന് തുറക്കും. 1 മാസം വൈകിയാണ് ബണ്ട് തുറക്കുന്നത്. വേമ്പനാട്ട് കായലിലും കായലിലേക്ക് ചേരുന്ന മറ്റ് നദികളിലെയും ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നതിനാൽ സാധാരണയിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇളുപ്പ് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പർ കുട്ടനാടൻ മേഖലയിൽ കൊയ്ത്ത് പൂർത്തീകരിക്കാൻ വൈകിയതാണ് ബണ്ട് തുറക്കാൻ വൈകിപ്പിച്ചത്. കാർഷിക കലണ്ടർ പാലിച്ച് ബണ്ട് തുറക്കാൻ നടപടി വേണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. കാർഷിക കലണ്ടർ പ്രകാരം മാർച്ച് പകുതി കഴിയുമ്പോൾ തുറക്കേണ്ട തണ്ണീർമുക്കം ബണ്ട് ഇത്തവണയും 1 മാസം വൈകിയാണ് തുറക്കുന്നത്. ബണ്ട് തുറക്കാൻ വൈകുന്നതോടെ വേമ്പനാട്ട് കായലിൽ ഉൾപ്പെടെ ജലമലിനീകരണം രൂക്ഷമാവുകയും മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കോട്ടയം, ആലപ്പുഴ ജില്ലാ കളക്ടർമാരും ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് ബണ്ട് തുറക്കാൻ തീരുമാനിച്ചത്. അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് പൂർത്തീകരിക്കാൻ വൈകിയതാണ് ഈ വർഷവും ബണ്ട് തുറക്കാൻ വൈകാൻ കാരണം. മത്സ്യത്തൊഴിലാളികൾക്ക് വല നീട്ടാനും ഉപജീവന മാർഗത്തിനൊന്നും പോകാനായിട്ടുള്ള ഇതില്ല. ഇത് പണികൾ നടക്കുന്നില്ല. ഷട്ടർ ഇട്ടത് കാരണം നമുക്ക് പായലിൻ്റെയും ഇതിൻ്റെ പായൽ ചീഞ്ഞും നമ്മളെ പുറത്തേക്ക് ഇറങ്ങാവുന്ന സ്ഥിതിയല്ല. അപ്പോൾ 1 മാസം താമസമായി ഷട്ടർ പൊക്കാനായിട്ട്. അതേസമയം കാർഷിക കലണ്ടർ കൃത്യമായി പാലിച്ച് ബണ്ട് തുറക്കാനും അടയ്ക്കാനും നടപടി വേണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. ബണ്ട് തുറക്കാൻ വൈകുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ വെള്ളം വലിയ തോതിൽ താണിരിക്കുന്ന ഈ സമയത്ത് ഷട്ടറുകൾ തുറക്കുന്നത് മൂലം ഉപ്പുവെള്ളം വലിയ തോതിൽ കയറുകയും മീനച്ചിലാറിൽ ഉൾപ്പെടെ ഉപ്പുവെള്ളം എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യമാണ് എത്തിയിരിക്കുന്നത്. ഈ പറയുന്ന ഷട്ടറുകൾ തുറക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കവും ചെയ്യുന്നതിന് സാധിച്ചിട്ടില്ല. ഓരുമുട്ടുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബണ്ട് തുറക്കാൻ വൈകിയതോടെ വേമ്പനാട്ട് കായലിലും സമീപ ആറുകളിലും തോടുകളിലും ജലമലിനീകരണം രൂക്ഷമായി. പോളയും പായലും നിറഞ്ഞ് ജലഗതാഗതം തടസ്സപ്പെടുകയും മത്സ്യസമ്പത്തിനെ ബാധിക്കുകയും ചെയ്തു. ബണ്ട് തുറക്കുന്നതോടെ ഇതിന് പരിഹാരമാകുമെങ്കിലും നിലവിൽ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്ന ആറുകളിലേക്കും തോടുകളിലേക്കും ഉപ്പുവെള്ളം കലരുന്നത് ശുദ്ധജല ലഭ്യതയ്ക്ക് വെല്ലുവിളിയാകുമെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. ഈ വേനൽ വല്ലാതെ വലയുകയാണ് പക്ഷിമൃഗാദികൾ. അവരെക്കുറിച്ച് കൂടി നമ്മൾ കരുതേണ്ടതുണ്ട്.
എന്തായാലും വേനൽ ചൂടിൽ പക്ഷികൾക്ക് കൈത്താങ്ങാകാൻ ബോധവൽക്കരണം നടത്തുകയാണ് വനം വകുപ്പ്. കോതമംഗലത്ത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ പരിസരത്ത് പക്ഷികൾക്ക് തൂവൽ നനയ്ക്കാൻ വെള്ളക്കിണ്ണങ്ങൾ വനംവകുപ്പ് സ്ഥാപിച്ചു. പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണമെന്ന് വനംവകുപ്പ് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ചൂട് കനക്കുമ്പോൾ മനുഷ്യർക്കൊപ്പം പക്ഷികളും ദുരിതത്തിലാണെന്ന് ഓർമ്മിക്കണമെന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളം നിറച്ച മൺപാത്രങ്ങൾ സ്ഥാപിച്ചത്. പൊതുജനങ്ങളും വീടുകളിലെ പരിസരങ്ങളിൽ ഇത്തരം പാത്രങ്ങൾ സ്ഥാപിച്ചാൽ വെള്ളം തേടിയെത്തുന്ന പക്ഷികൾക്ക് ജീവൻ രക്ഷിക്കുന്ന കൈത്താങ്ങായി മാറുമെന്ന് തട്ടേക്കാട് പക്ഷി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സിറ്റി ഔസേഫ് പറഞ്ഞു. നമ്മൾ ലഭ്യമായ സ്ഥലങ്ങളിലെല്ലാം ബേർഡ് ബാത്ത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5-10 അടി ഉയരത്തിൽ നമ്മൾ കുറ്റികൾ സ്ഥാപിച്ച് അതിൽ മൺചട്ടികൾ വെച്ച് വെള്ളം നിറച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ധാരാളമായിട്ടുള്ള പക്ഷികൾ ഈ വേനൽ സമയങ്ങളിൽ വന്ന് അത് ശരീരം നനയ്ക്കുന്നതിനും ചൂടിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കുന്നതിനും അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിനും ശരീരത്തെ തൂവലുകൾ ക്ലീൻ ആക്കുന്നതിനും തൂവലുകളിലുള്ള ഈ ചെള്ളുകൾ മുതലായുള്ള ഒഴിവാക്കുന്നതിനും പൊടി എല്ലാം ഒഴിവാക്കി ക്ലീൻ ചെയ്യുന്നതിനൊക്കെ ആരോഗ്യകരമായ രീതിയിൽ ഇരിക്കുന്നതിന് ഈ പക്ഷികൾക്ക് ഈ ബേർഡ് ബാത്ത് വളരെയധികം സഹായിക്കുന്നുണ്ട്. വേനൽ കടുത്തതോടെ ജലസ്രോതസ്സുകൾ പറ്റിയതിനാൽ പക്ഷികൾക്ക് കുടിക്കാനും കുളിക്കുന്നതിനുമായി വെള്ളം ലഭ്യമല്ലാതായി. കാട്ടിലെ ചെറിയ പാറക്കെട്ടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണ് സാധാരണയായി പക്ഷികൾ കുടിക്കാനും കുളിക്കാനുമായി എത്തുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം വരൾച്ചയുടെ പിടിയിലായതോടെയാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചെറിയ മൺപാത്രങ്ങളിൽ വെള്ളം നിറച്ച് പക്ഷി സങ്കേതത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. മനസാക്ഷിയുള്ള അധികാര സമൂഹത്തിന് ഇവർക്ക് മുന്നിൽ എങ്ങനെ കണ്ണടയ്ക്കാൻ കഴിയും? പൊള്ളുന്ന വെയിലിൽ പാതയോരത്ത് കച്ചവടം നടത്തി ജീവിക്കുന്ന ദുരിത ജീവിതങ്ങളുടെ കണ്ണ് നനയിക്കുന്ന കാഴ്ചയാണ് ആലപ്പുഴ പുലയൻ വഴി മാർക്കറ്റിലുള്ളത്. മാറിവരുന്ന ഭരണ സംവിധാനങ്ങൾ കണ്ണടച്ചതോടെ ജീവിത പ്രതിസന്ധികളോട് പടവെട്ടി ജീവിക്കുകയാണ് അസുഖങ്ങളെ പോലും വെല്ലുവിളിച്ച് 100ഓളം മത്സ്യക്കച്ചവടക്കാർ. കത്തിയെരിയുന്ന വെയിലിലും വിധിയോട് പോരടിച്ച് ജീവിതം തള്ളി നീക്കുവാൻ കഷ്ടപ്പെടുന്ന ദുരിത ജീവിതങ്ങളുടെ കണ്ണ് നനയിക്കുന്ന കഥ പറയാനുണ്ട് ആലപ്പുഴയിലെ പുലയൻ വഴി മാർക്കറ്റിന്. പ്രായത്തിനും പ്രാരാബ്ദത്തിനൊപ്പം അസുഖങ്ങൾ പലതു ബാധിച്ച വയോജന സമൂഹം ഊന്നുവടിയിലും ഉറച്ച മനസ്ഥൈര്യത്താലും ഏന്തിയും കിതച്ചും തൊണ്ട പൊട്ടുമാറൊച്ചത്തിൽ ഇന്ന് വിധിയെ വെല്ലുവിളിക്കുകയാണ്. വാഗ്ദാനങ്ങൾ പലതുണ്ടായിരുന്നു. പൊളിച്ചു നീക്കിയ മാർക്കറ്റിന് പകരം പുതിയതൊന്ന് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു നഗരസഭയുടെ പ്രധാന ഉറപ്പ്. ഇടത്തുനിന്ന് വലത്തേക്ക് നഗരജനത മാറി ചിന്തിച്ചിട്ടും പുലയൻ വഴി മാർക്കറ്റിലെ മത്സ്യക്കച്ചവടക്കാർക്ക് മാത്രം സന്തോഷം അന്യമായി. ഞങ്ങളെല്ലാം പെരുവഴിയിലാണ്. പെരുവഴിച്ചിൽ ഈ വെയിലുണ്ട, വെയിലിൻ്റെ അവസ്ഥ ഉണ്ട്. ഞങ്ങൾ മരണത്തിൻ്റെ പക്കയായിരിക്കും. ഞങ്ങൾക്ക് മറ്റു മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് വേറെ തൊഴിലൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ തൊഴിലാണിത്. ഈ മാർക്കറ്റ് പൊളിച്ചപ്പോഴും ഞങ്ങൾ മരിച്ച്. ഞങ്ങളെല്ലാവരും രോഗികളാണ്. എനിക്കതിന് കാല് സുഖമില്ല, അവനൊരു കണ്ണില്ല. ഇവിടെ എല്ലാവരും ആ അവസ്ഥയാണ് ഇപ്പോൾ ജീവിച്ചു പോണത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഭരണ അധികാരികളെ ചെയ്തു തന്നാൽ വലിയൊരു ഉപകാരമാവും. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നഗരസഭ സൗകര്യമൊരുക്കിയെങ്കിലും സമീപവാസികളുടെ പരാതിയെ തുടർന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇതോടെ അഭയമില്ലാതായ 100 കണക്കിന് കച്ചവടക്കാർക്ക് വിപണനത്തിന് സ്ഥലമില്ലാതായി. ഇന്ന് പൊരിയുന്ന വെയിലിൽ തിരക്കേറിയ മാർക്കറ്റിൽ ജീവനും ജീവിതത്തിനുമിടയിൽ ഒരു നേരത്തെ എണ്ണത്തിനായി ജീവിതം തള്ളി നീക്കുകയാണ് അധികൃതർ കൈയൊഴിഞ്ഞ ഈ ദുരിത ജീവിതങ്ങൾ. ആറാദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. നേന്ത്രവാഴ കൃഷിയിൽ കാസർഗോട്ടെ കർഷകരെ ചതിച്ച് വാഴക്കന്നുകൾ വിതരണം ചെയ്ത ഏജന്റുമാർ. 5 മാസം കൊണ്ട് കുലയ്ക്കുന്ന കുള്ളൻ വാഴകൾ എന്ന് പറഞ്ഞ് വിതരണം ചെയ്തത് 12 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന തേനീ വാഴകൾ. മഴവെള്ളം കെട്ടിക്കിടക്കാവുന്ന പ്രദേശങ്ങളിൽ കൃഷി ഇറക്കിയ കർഷകരാണെങ്കിൽ പ്രതിസന്ധിയിലുമായി. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് നിന്ന് കൊണ്ടുവന്ന് നേന്ത്രവാഴക്കന്നുകൾ വിതരണം ചെയ്യുമ്പോൾ കർഷകരോട് ഏജന്റുമാർ പറഞ്ഞത് ഇത് 5 മാസത്തിനകം കുലയ്ക്കുന്ന കുള്ളൻ നേന്ത്രവാഴകളുടെ കന്നുകൾ എന്നാണ്. പ്രതീക്ഷയോടെ കൃഷി ചെയ്ത വാഴത്തോട്ടങ്ങളിൽ 6 മാസം കഴിഞ്ഞിട്ടും കുല വരാതായതോടെയാണ് ചതിയിൽപ്പെട്ട കാര്യം തിരിച്ചറിയുന്നത്. ജൂലൈ മാസത്തോടെ മഴ ശക്തമാകുമ്പോൾ പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന് ഇവ പൂർണ്ണമായും നശിക്കുന്നതാണ് കർഷകരെ ദുഃഖത്തിലാക്കുന്നത്. മഴയ്ക്ക് മുൻപ് കുലകൊത്താമെന്ന പ്രതീക്ഷയിൽ സെപ്റ്റംബർ മാസത്തിൽ വെച്ച വാഴകളാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലും മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെയും വിവിധ പ്രദേശങ്ങളിലുള്ളത്. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിക്കാൻ പോകുന്ന കാര്യം കർഷകർ ചൂണ്ടിക്കാട്ടി. കന്നിന് 20 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ കന്ന് വാങ്ങിയത്. 20 കൊണ്ട് ഒരു വാഴക്കന്നെ 10, 200, 250ഓളം ചെലവ് വരും ഒരു വാഴക്കന്നെ. അങ്ങനെ നമ്മളെ അത്രയും കർഷകർ വളരെ വേജാറിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒരു കാര്യമില്ല, ഇത് പോയി. ഇനിയിപ്പോൾ ജൂൺ ജൂലൈയിൽ വെള്ളം കയറും. ഇപ്പം കൊലച്ചിട്ടില്ല. മെയ് മാസം ലാസ്റ്റിന് തോന്നി ഇത് കൊലക്കുന്നത്. ഏകദേശം 10 മാസം ആകും അടുത്തേക്ക്.
കർഷകർ വളരെ ആശങ്കാജനകത്തിലാണില്ലത് ഇപ്പം അങ്ങനെ. 9 മാസത്തിനകം കുലയ്ക്കുന്നതും പിന്നീട് 3 മാസം കഴിഞ്ഞ് കുല കൊത്താവുന്നതുമായ തേനീ വാഴകളാണ് തോട്ടങ്ങളിലുള്ളത്. ഇത്തരത്തിൽ ഏജന്റുമാർ വിതരണം ചെയ്ത 5000-ഓളം വാഴകൾ കാഞ്ഞങ്ങാട് മേഖലയിലെ തോട്ടങ്ങളിൽ കാണാം. അമൃത ന്യൂസ്, കാസർഗോഡ്. കോഴിക്കോട് മൂഴിക്കല്ലെ ഇരട്ടമരണത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ് പോലീസ്. നസ്രീന, അദിനാൻ എന്നിവരെയാണ് ഇവരുടെയും തറവാട്ട് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും സഹോദരിമാരുടെ മക്കളാണ്. അടിമുടി ദുരൂഹത, ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം. കഴിഞ്ഞ ദിവസമാണ് നസ്രീനെയും അദിനാനെയും ഇവരുടെ കുടുംബ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നസ്രീനയെ കൊന്ന ശേഷം അദിനാൻ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും കേസ് കൂടുതൽ സങ്കീർണമായി വരികയാണ്. നസ്രീനയുടെയും അദിനാന്റെയും മൊബൈൽ ഫോണുകൾ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയതാണ് കേസിൽ നിർണായകമായത്. നസ്രീനയുടെയും അദിനാന്റെയും ഓരോ ഫോണുകൾ വീതവും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഫോണുമാണ് കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിൽ നിന്നാണ് നസ്രീനയുടെ ഫോണിൽ നിന്ന് അദിനാന്റെ സുഹൃത്തിന്റെ ഫോണിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം പോയതായി കണ്ടെത്തിയത്. പുലർച്ചെ 1:30-നും 2 മണിക്കുമിടയിൽ അയച്ച സന്ദേശത്തിൽ അദിനാൻ മരിച്ചു എന്നറിയിക്കുന്ന ഉള്ളടക്കമാണ് ഉണ്ടായിരുന്നത്. ഇതിനു പിന്നാലെ അന്വേഷണ സംഘം അദിനാന്റെ സുഹൃത്തിന്റെ മൊഴിയും നസ്രീനയുടെ 3 ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തി. കൊല നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന അടുത്ത ബന്ധു, ബഹളം കേട്ട് വീട്ടിലേക്കെത്തിയ 2 ബന്ധുക്കൾ എന്നിവരുടെ മൊഴികളാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇവർ 3 പേരും നസ്രീനയുടെ പിതാവിന്റെ വീട്ടിലാണ് നിലവിൽ ഉള്ളത്. തറവാട്ട് വീട്ടിൽ താമസിച്ചിരുന്ന അദിനാൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് നസ്രീന കണ്ടെത്തി വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ അദിനാനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇങ്ങനെയാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി. കൊലപാതകം നടന്ന ദിവസം അദിനാൻ വീട്ടിലെത്തുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നസ്രീനയെ അദിനാൻ കൊലപ്പെടുത്തിയ ശേഷം എന്തിനാണ് നസ്രീനയുടെ ഫോണിൽ നിന്നും സുഹൃത്തിന് സന്ദേശം അയച്ചു എന്നതും, അദിനാൻ തന്റെ 2 ഫോണുകളിൽ ഒന്ന് ഉപേക്ഷിക്കാതെ മറ്റൊരു ഫോൺ മാത്രം ഉപേക്ഷിച്ചത് എന്തിനാണെന്നും പോലീസിനെ കുഴക്കുന്നുണ്ട്. അദിനാന്റെ ശരീരത്തിൽ നിന്നും ലഭിച്ച ടേപ്പും ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൂടി ലഭിക്കുന്നതോടെ കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് പേരാമ്പ്രയിലെ 14 വയസ്സുകാരനെ കാണാതായെന്ന് പരാതി. ചേനോളി സ്വദേശി മുഹമ്മദ് സിനാനെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ കാണാതായത്. ശബ്ദാനുകരണ കലയിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ KS പ്രസാദിന് ആദരമൊരുക്കി സൗഹൃദ കൂട്ടായ്മ. മഹാരാജാസ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷനും കൊച്ചിൻ കലാഭവനും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി സംവിധായകൻ ലാൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി ചലച്ചിത്ര താരങ്ങളും മിമിക്രി കലാകാരന്മാരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. ഒരുമിച്ച് പഠിച്ച കാലഘട്ടത്തിലെ ഓർമ്മകളും പിന്നീട് തുടർന്ന 50 വർഷം നീണ്ട കൂട്ടുകെട്ടും ചടങ്ങിൽ സംവിധായകനും നടനുമായ ലാൽ അനുസ്മരിച്ചു. ഞാനന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രസാദ് 1ാം ക്ലാസ്സിൽ ചേർന്നത്. അല്ലേ, വളർന്നു കണക്കുണ്ട്, എൻ്റെ അടുത്ത് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 3ൽ പഠിക്കുന്നവനെന്ന് 1ൽ വന്ന് ചേർന്നു. അന്ന് എനിക്ക് കലാപരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കലാകാരനെ അല്ല. നമ്മുടെ സൈനികനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉടനെ ചോദിക്കും, എന്ത് പറ്റിയത് ഇന്നും നീ കലാകാരനായില്ലോ, അന്നും നീ കലാകാരനല്ല എന്നാണ് ഉടനെ ചോദിച്ചിരിക്കും. പെട്ടെന്ന് പറഞ്ഞു വന്നതാണ്. അന്ന് എനിക്ക് കലാപരിപാടികളായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. അന്ന് പ്രസാദാണ് സ്കൂളിലെ വലിയ സ്റ്റാർ. പ്രസാദിന്റെ മോണായിട്ട് മിമിക്രി എന്നൊക്കെ പറയുന്നത് ഹരമാണ്. പ്രസാദ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മത്സരിക്കണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതിൽ നിന്നാണ് സത്യത്തിൽ ഞാൻ എന്തെങ്കിലും കല ഈ ഫീൽഡിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ 100% പ്രസാദാണ്. നിമിത്തം പ്രസാദ് തന്നെയാണ്. ശബ്ദാനുകരണ കലയിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുക മാത്രമല്ല KS പ്രസാദ് ചെയ്തതെന്നും നിരവധി കലാകാരന്മാർക്ക് സ്റ്റേജിലേക്കും സിനിമയിലേക്കും അവസരമൊരുക്കിയത് KS പ്രസാദാണെന്നും ചടങ്ങിൽ താരങ്ങൾ അനുസ്മരിച്ചു. ഒരാൾക്കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രസാദേട്ടന് മാത്രമാണ്. നന്ദി പ്രസാദേട്ടൻ. ഇവരന്ന് പരിപാടി തുടങ്ങിയില്ലായിരുന്നെങ്കിൽ എത്ര പേര് വാർക്കപ്പണിക്ക് പോയേനെ, എത്ര പേര് മേസരിപ്പണിക്ക് പോയേനെ, എത്ര പേര് വേറെ എന്തെല്ലാം പണിക്ക് പോയേനെ. ഞാനടക്കം ചിലപ്പോൾ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ നടത്തി എവിടെയെങ്കിലും ഒരു അധ്യാപകനായിട്ട് ഞാനും ഇരുന്നേനെ, ആ അഡ്രസ്സ് ഉണ്ടാക്കി തന്നേനെ. ഒരു നോവിക്കുന്നൊരു വാക്ക് പോലും ഇന്ന് വരെ ഞങ്ങളെ ആരും പറഞ്ഞിട്ടില്ല.
2000 അമേരിക്കയിൽ അച്ഛൻ്റെ കൂടെ പോകുന്ന സമയത്ത് അച്ഛൻ ആകെ പറയാറുള്ളത്, പ്രസാദേ ആ തെസ്നീഖാനെയും അനു ജോസഫിനെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. അപ്പം അത്രയ്ക്കും കെയറിങ് ആണ് ഞങ്ങൾ എവിടെ പോയാലും. ഞങ്ങളുടെ കാര്യത്തിൽ പ്രസാദേട്ടൻ പ്രാക്ടീസ് ആയാലും എക്കത്തിനും ഭയങ്കര കാര്യമാണ് അന്ന് തൊട്ട് ഇന്ന് വരെ. ആ ഒരു സ്നേഹം ഇന്നും ഞങ്ങളുടെ ഒരു വലിയേട്ടൻ, മിമിക്രിക്കാരിൽ മൂത്താപ്പാന്ന് വിളിക്കും എല്ലാവരും, ഞങ്ങൾക്ക് വലിയേട്ടനും. മിമിക്രിയിൽ നിന്ന് മിമിക്സ് പരേഡിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എന്തായാലും വാർക്കപ്പണിക്ക് പോകേണ്ട വന്നേനെ. കാരണം ഞാൻ പിഷാരടിനെ പോലെ ഒരു വൺ മാൻ ഷോ ചെയ്യുന്ന ആളല്ല, സ്റ്റാർ എടുക്കുന്ന ആളല്ല. നമ്മളിങ്ങനെ 5 പേരടങ്ങുന്ന അല്ലെങ്കിൽ 3 പേരടങ്ങുന്ന മിമിക്സ് പരേഡിൽ കോമഡി കളിക്കുന്ന ഒരാളാണ്. രമേഷ് പിഷാരടി, കലാഭവൻ റഹ്മാൻ, തസ്നി ഖാൻ, ദേവി ചന്ദന, കലാഭവൻ ഷാജോൺ, സാജൻ പള്ളുരുത്തി, ബിജിക്കുട്ടൻ തുടങ്ങി നിരവധി കലാകാരന്മാർ KS പ്രസാദ് തങ്ങളിൽ ചെലുത്തിയ സ്വാധീനത്തെയും നൽകിയ അവസരങ്ങളെയും ഓർമ്മിച്ചു. 20 വർഷം മുൻപ് മിമിക്രിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീവിതമാർഗം കാണിച്ച നാളാണ് പ്രസാദൻ. അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കലാഭവൻ എന്ന് പറഞ്ഞാൽ ഞാനടക്കം ഒരുപാട് പേരിൻ്റെ ഒപ്പം കലാഭവൻ കൊണ്ട് നടക്കുന്നവരാണ്. കലാഭവൻ മണിച്ചേട്ടനാണെങ്കിലും റഹ്മാനൊക്കെയാണെങ്കിലും കലാഭവൻ നവാസ്, പ്രജോദ്, അങ്ങനെ കുറേ പേരുണ്ട്. എന്നാൽ നെഞ്ചിൽ കലാഭവനെ കൊണ്ട് നടക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് മറ്റാരുമല്ല, പ്രസാദ് ഏട്ടൻ തന്നെയാണ്. അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന് ഇനിഷ്യലിൽ അത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. KS പ്രസാദ്, കലാഭവൻ്റെ സ്വന്തം പ്രസാദ്. പ്രസാദിന് ഇങ്ങനെ ഒരു ആദരവ് കൊടുക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളൊക്കെ മിമിക്രി തുടങ്ങിയ കാലത്ത് അന്ന് മിമിക്രി കളിച്ചവരെല്ലാം മിമിക്രി നിർത്തി. ചിലരൊക്കെ സിനിമയിലൊക്കെ പോയി, ചിലർ ബിസിനസ് തുടങ്ങി, ചിലർ ജോലിക്ക് പോയി, ചിലരൊക്കെ ഇന്നില്ല. പ്രസാദ് അന്ന് തുടങ്ങിയ മിമിക്രി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ഇന്നും അവൻ ഒരു പരിപാടിക്ക് വേണമെങ്കിൽ ഇവിടെ ട്രെയിലർ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ അവൻ അവതരിപ്പിക്കും. അത്ര ഉഷാറാണ് പ്രസാദ്. പല സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം കാലം കുറച്ച് കഴിയുമ്പോൾ അവരുടെ പ്രതിഭ കൊണ്ടോ അല്ലെങ്കിൽ അവരെത്തി നിൽക്കുന്ന സ്ഥാനങ്ങൾ കൊണ്ടോ ഒക്കെ ചിലർ നമ്മുടെ ഇത്തിരി അകലം പാലിക്കുന്നുണ്ട്. മറ്റു ചിലർ അവരുടെ സീനിയോറിറ്റി കൊണ്ട് ഉള്ള അകലം പാലിക്കും. പക്ഷേ ഈ 50 വർഷം സീനിയറായ പ്രസാദ് ഏട്ടന് അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോഴോ ഇടപെടുമ്പോഴോ ഒന്നും ഒരുപാടത്തും അദ്ദേഹത്തിൻ്റെ ഈ 50 കൊല്ലത്തെ സീനിയോറിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയായി അദ്ദേഹം കൊണ്ടു നടക്കാറില്ല. ഞങ്ങൾ ആരെ കണ്ടാലും എപ്പോഴും ഏറ്റവും സ്നേഹത്തോടു കൂടി വരികയും ബഹുമാനിക്കാൻ സമ്മതിക്കാത്ത ഒരു കലാകാരനാണ് പ്രസാദ് ഏട്ടൻ. കലാഭവൻ പ്രസിഡന്റ് ഫാദർ ചെറിയാൻ കുനിയന്തോടത്ത് അധ്യക്ഷനായ ചടങ്ങിൽ R. ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ളവർ ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ KS പ്രസാദിനെ ആദരിച്ചു. ഒരു 50 കൊല്ലമൊക്കെ ഈ രംഗത്ത് ഇത്രയും പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇങ്ങനൊരു KS പ്രസാദ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ സാധ്യത കുറവായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ കേൾക്കുന്നത് അത്യപൂർവമാണെന്നും അതിനുള്ള ഭാഗ്യമുണ്ടായതിൽ നന്ദിയുണ്ടെന്നും KS പ്രസാദ് മറുപടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം മരിച്ചു കഴിയുമ്പോൾ, നമ്മളെല്ലാം പോയി കഴിയുമ്പോൾ നമ്മളെപ്പറ്റി പറയാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാകും. അതൊന്നും കാണാനും കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകാറില്ല. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെക്കാളും കൂടുതൽ ഭാഗ്യവാനാണ്. ഇത്രയും വലിയൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. എന്നെക്കുറിച്ച് പറയുന്നത് എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ എൻ്റെ വേദിയിൽ ഞാൻ 50 വർഷമായെന്ന് പറഞ്ഞപ്പോൾ 50 വർഷത്തിന് മുമ്പ് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ലാൽ കടന്നു വരണം. അമൃത ന്യൂസ്, കൊച്ചി. കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ദീപപ്രോജ്വലനം നടത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും ജ്ഞാനയജ്ഞങ്ങളും നടത്തി. മഹോത്സവം ഇന്ന് സമാപിക്കും. മഹാഗണപതി ഹോമത്തോടെയാണ് പനങ്കാവ് മാതാ അമൃതാനന്ദമയി മഠം 15ാമത് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് തുടക്കമായത്. മഹാമൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ ഹോമം, രാഹുദോഷ നിവാരണ പൂജ എന്നിവയും ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു. തുടർന്ന് മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ദീപപ്രോജ്വലനം നടത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ രാഹുദോഷ നിവാരണ പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ബ്രഹ്മചാരി വേദവേദ്യാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ഭഗവതി സേവ, ധ്യാനം, പ്രഭാഷണം എന്നിവയും ഉണ്ടായിരുന്നു. ബ്രഹ്മചാരിണി നിർലേപാമൃത ചൈതന്യയുടെ പ്രഭാഷണവും ഭജനയും ഭക്തർക്കായി ഒരുക്കിയിരുന്നു. ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ശനിദോഷ നിവാരണ പൂജ, ശനിഹോമം, അഭിഷേകം, ദീപാരാധന എന്നിവയോടെ ആദ്യ ദിവസത്തെ പരിപാടിക്ക് സമാപനമായി. രണ്ടാം ദിനവും വിശേഷാൽ പൂജകളും ചടങ്ങുകളും പ്രഭാഷണവും ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. തൃശൂർ പൂരത്തിനായി ഇന്ന് കൊടിയേറും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാവിലെ 11 മണിയോടെ തിരുവമ്പാടിയിലാണ് ആദ്യം കൊടിയേറുന്നത്. തൊട്ടു പിന്നാലെ 11:15 പാറമേക്കാവിലും പൂരം കൊടിയേറ്റ് ചടങ്ങ് നടക്കും. പൂരച്ചമയ പ്രദർശനം ഏപ്രിൽ 24-നാണ് നടക്കുക. 26-നാണ് പൂരപ്രേമികൾ കാത്തിരിക്കുന്ന തൃശൂർ പൂരം. ഘടകക്ഷേത്രങ്ങളുടെ പൂരം വരവ്, മഠത്തിൽ വരവ്, പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറമേളം, കുടമാറ്റം എന്നിവയും പുലർച്ചെ പ്രധാന വെടിക്കെട്ടും പൂരദിനം നടക്കും. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? കഴിഞ്ഞ രണ്ടാഴ്ചയിലും തുടർച്ചയായി വിപണിയിലുണ്ടായിരുന്ന നേട്ടത്തിന് ശേഷം ഈ ഒരാഴ്ചയും വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ ഒട്ടേറെ ഘടകങ്ങൾ ഈ ഒരാഴ്ച വിപണിയെ സ്വാധീനിക്കാനുണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ നിലവിലുള്ള അവസ്ഥ അത് വീണ്ടും അടച്ചത് വിപണിയെ പ്രതികൂലമായി തന്നെ സ്വാധീനിച്ചേക്കും. ഒപ്പം തന്നെ ഇറാൻ US സമാധാന ചർച്ചയിലുണ്ടാകുന്ന പുരോഗതി, ആഗോളതലത്തിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റം, രൂപയിലുണ്ടാകുന്ന മാറ്റം, ഒപ്പം തന്നെ കമ്പനികളുടെ ആഭ്യന്തര തലത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ നൽകുന്ന സൂചനകൾ, ഇതെല്ലാം ഈ ഒരാഴ്ച വിപണിയെ സ്വാധീനിച്ചേക്കും. കഴിഞ്ഞ ആഴ്ച വ്യാപാരത്തിന് ശേഷം HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട 2 ബാങ്കുകളുടെ പ്രവർത്തന ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. രണ്ടും വിപണി പ്രതീക്ഷയെക്കാട്ടിലും മികച്ചതായിരുന്നെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള പ്രതികരണം ഇന്ന് വിപണിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഘടകങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ ഒരാഴ്ച വിപണിയെ സ്വാധീനിക്കാനുണ്ടാവുക. നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വളരെ പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലും വരുന്ന ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അനുകൂലമായ വിപണിയിൽ ഇടപെടുകയാണെങ്കിൽ അതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകം തന്നെയായിരിക്കും. എന്തായാലും സാങ്കേതികമായി 24,500 എന്നുള്ളൊരു നിലവാരമാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു പ്രതിരോധ നിലവാരം മറികടന്ന് വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യം നിലനിന്നാൽ മാത്രമേ വിപണിയിൽ ഒരു തുടർച്ചയായ ഒരു നിക്ഷേപ താല്പര്യം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരു വിൽപ്പന തുടരുകയാണെങ്കിൽ 24,200 എന്നുള്ള നിലവാരമായിരിക്കും ഒരു അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. എന്തായാലും ഇപ്പോഴും സ്ഥിതിഗതികളിൽ അനിശ്ചിതത്വം തുടരുന്നതുകൊണ്ട് തന്നെ വിപണിയിലും ഈ അനിശ്ചിതത്വം തുടരാനുള്ള സാധ്യതയുമുണ്ട്. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വരും ദിവസങ്ങളിൽ വിപണി പ്രതീക്ഷിക്കും വേണം. എന്തായാലും കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിച്ചിടത്തു നിന്നും നേരിയ നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കുകയും വേണം. ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂട് കേരളത്തിലും പ്രതിഫലിക്കുകയാണ്. വോട്ട് ചെയ്യാൻ അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നു. ഇതോടെ സംസ്ഥാനത്തെ വ്യവസായ നിർമ്മാണ മേഖലകൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത്. മാത്രമല്ല, തിരക്കുള്ള ട്രെയിനുകളിൽ അപകടകരമായ രീതിയിലാണ് അതിഥി തൊഴിലാളികളുടെ യാത്ര. വോട്ട് ചെയ്യാനായി പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. യാത്രയ്ക്കായി ട്രെയിനുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ബംഗാളിലേക്കുള്ള ഷാലിമാർ ട്രെയിനിൽ കാലുകുത്താൻ പോലും ഇടമില്ലാത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. കുടുംബാംഗങ്ങളെയും ലഗേജും കൊണ്ട് വാതിലുകളിൽ തൂങ്ങിക്കിടന്ന് ജീവൻ പണയം വെച്ചാണ് പലരുടെയും യാത്ര. കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഏകദേശം 40% പേർ ബംഗാളിൽ നിന്നുള്ളവരാണ്. വോട്ട് ചെയ്യാനായി ഇവർ കൂട്ടത്തോടെ പോകുന്നത് ഇതാദ്യമായാണ്. വോട്ടർ പട്ടിക പരിഷ്കരണം, പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയ വിഷയങ്ങളിൽ തൊഴിലാളികൾക്കിടയിൽ ആശങ്കയും ആശയക്കുഴപ്പവും ശക്തമാണ്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തൊഴിലാളികൾ മടങ്ങിയതോടെ പെരുമ്പാവൂരിലെ വ്യവസായ സ്ഥാപനങ്ങൾ നാമമാത്ര പ്രവർത്തനത്തിലേക്ക് ചുരുങ്ങി. കഴിഞ്ഞ മാസം വോട്ട് ചെയ്യാൻ പോയ അസം സ്വദേശികളായ തൊഴിലാളികൾ പലരും ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. കടകളും ചെറുകിട സ്ഥാപനങ്ങളും ആളൊഴിഞ്ഞ നിലയിലാണ്. ഏകദേശം ഒരു മാസത്തിന് മേളിലായിട്ട് അതിഥി തൊഴിലാളികൾ അവരുടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ പോയതുകൊണ്ട് ടൗണിൽ തീരെ തൊഴിലാളികൾ കുറവുണ്ട്. കച്ചവടം തീരെ കുറവാണ് മെയിനായിട്ട്.
4-5 ആഴ്ചയായിട്ട് ഒരാൾ പോലും കടയിലില്ല നിലവിൽ. വളരെ മോശം അവസ്ഥയിലേക്കൂടെയാണ് എല്ലാ കടയിലും, ഈ കടയിലും നല്ല പെരുമ്പാവൂർ എല്ലാ കടയിലും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഗൾഫ് മേഖലയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് പ്ലൈവുഡ് ഫാക്ടറികൾക്ക് ആവശ്യമായ മെഥനോൾ പോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടി വിലയായതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. ഇതോടൊപ്പം അസമിലെ ബിഹു ആഘോഷവും ബംഗാളിലെ പഹല വൈശാഖ് ആഘോഷവും തൊഴിലാളികളുടെ മടക്കയാത്ര വൈകിപ്പിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചുള്ള കേരളത്തിലെ വ്യവസായ മേഖല ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് നിലവിലുള്ളതെന്ന് പ്ലൈവുഡ് മേഖലയിലെ സംഘടനാ ഭാരവാഹികൾ പറയുന്നു. ഇലക്ഷൻ സമയങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴുള്ളൊരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ട്രെയിനിലൊന്നും ടിക്കറ്റേ ഉണ്ടായിരുന്നില്ല. പലരും ഇവിടെ നിന്ന് പോയിട്ട് കോയമ്പത്തൂർ ചെന്നിട്ട് അവിടെ നിന്ന് ട്രെയിന് സീറ്റ് പിടിച്ച് പോയവരുണ്ട്, നിന്ന് പോയവരുണ്ട്. അത് കൂടാതെ പെരുമ്പാവൂരിൽ നിന്ന് ബസ് പോകുന്നുണ്ട്. നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിശ്ചലമായിരിക്കുകയാണ്. വൻകിട കരാറുകൾ ഏറ്റെടുത്തവർക്ക് പോലും തൊഴിലാളികളുടെ അഭാവം വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞ് തൊഴിലാളികൾ തിരികെ എത്തുന്നതുവരെ സംസ്ഥാനത്ത് പല മേഖലയിലും ഈ സ്തംഭനാവസ്ഥ തുടരും. അമൃത ന്യൂസ്, കൊച്ചി. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യാസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യാസ് പ്രൈഡ്. സംസ്ഥാനത്ത് മറ്റു മുന്നണികൾ BJP നിസ്സാരമായി കാണേണ്ടെന്നും തിരുവനന്തപുരത്ത് അപ്രതീക്ഷിത സീറ്റുകളിൽ പാർട്ടി വിജയം നേടുമെന്നും BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ കേരളത്തിൽ നിർണായക ശക്തിയായി NDA മാറുമെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൂട്ടലുകൾ ഓരോ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷനും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്ന കരമന ജയനാണ്. നമസ്കാരം. എല്ലാ കണക്കെടുപ്പുകളും കണക്കുകൂട്ടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മുന്നണികളും. BJP തിരുവനന്തപുരത്ത് ഒന്നിലേറെ മണ്ഡലങ്ങൾ, അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ BJP A കാറ്റഗറിയിൽപ്പെടുത്തി മത്സരരംഗത്ത് മത്സരിച്ച മണ്ഡലങ്ങളാണ്. എങ്ങനെയാണ് BJP ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ശേഷം തിരഞ്ഞെടുപ്പിന് ഒരു അവലോകനം നടത്തിയിരിക്കുന്നത്? എന്താണ് സംബന്ധിച്ച് പറയാൻ? ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ ഭരണം BJP നേടി. തിരുവനന്തപുരത്ത് നഗരത്തിലുള്ള 4 നിയോജക മണ്ഡലങ്ങളിൽ നിന്നാണ് BJP ഭരിക്കാനാവശ്യമായിട്ടുള്ള കൗൺസിലർമാരെ ജയിപ്പിച്ചെടുത്തത്. അതുതന്നെ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് നമുക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നഗരത്തിലുള്ള 4 നിയോജക മണ്ഡലങ്ങളായിട്ടുള്ള നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം 4 നിയോജക മണ്ഡലങ്ങളിലും താമരവിരിയും BJPയുടെ MLAമാരുണ്ടാകും. ഇതാണ് BJPയുടെ വിലയിരുത്തലും BJPയുടെ ഉറപ്പും. ഈ വിലയിരുത്തലുകൾ അത്ര കണ്ട് BJPയെ ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോഴാണ് ഓരോ മുന്നണികളും, അത് തെരഞ്ഞെടുപ്പ് പ്രചരണം മുതൽ തന്നെ BJPക്കെതിരെ ഒരു പ്രത്യേക രണ്ട് മുന്നണികളും മാറി മാറി പ്രത്യേക ആരോപണങ്ങളുമായി രംഗത്തേക്ക് എത്തുകയും പ്രചരണം കൊഴുപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും ഇപ്പോഴും അവർ BJPയെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ BJPയുടെ ആ ഒരു ജനപിന്തുണയെ അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അസഹിഷ്ണുതരാകുന്നുണ്ട്. ഇപ്പോഴും അത്തരം അഭിപ്രായ പ്രകടനം. IPLൽ വിജയം തുടർന്ന പഞ്ചാബ് കിങ്സ് ലക്നൌവിനെ 54 റൺസിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് നേടി. ബാറ്റിംഗിൽ പഞ്ചാബ് ഓപ്പണർമാരുടെ തകർപ്പൻ പ്രകടനമാണ് മത്സരത്തിന്റെ വിധി നിർണ്ണയിച്ചത്. IPLൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. സീസണിൽ ഒരു മത്സരം മാത്രം ജയിച്ച മുംബൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. 6ാം സ്ഥാനത്തുള്ള ഗുജറാത്ത് മികച്ച ഫോമിലുമാണ്. രാത്രി 7:30 മുതൽ അഹമ്മദാബാദിലാണ് മത്സരം. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.